നമ്മുടെ നാട്ടിൽ വെച്ച് കുറച്ച് സീൻ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടുകാർ ഇങ്ങനെ പോകുമ്പോൾ ബൈക്കൊക്കെ നിർത്തിയിട്ട് നിനക്ക് വേറെ വേലയില്ല. പിന്നെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ചൂടുവെള്ളം എടുത്ത് മുഖത്തൊഴിക്കുന്ന സമൂഹമാണ് നമ്മുടെ. തമിഴ്നാട് ഫെസ്റ്റിവലിൽ നിന്ന് 1-2 അവാർഡ് ലഭിച്ചതല്ലാതെ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് റിജക്ഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ റോട്ടൻ സൊസൈറ്റിയാണ് സോഷ്യൽ സറ്റയറായിട്ട് ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിൽ ഒരു റിസീവ് ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സിനിമകളുമായി മത്സരിച്ചാണ് ഈ റോട്ടൻ സൊസൈറ്റി ഈ വേൾഡ് ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് ഇത്രയും എഫർട്ട് എടുത്ത് 2 വർഷത്തോളം ഒരു കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു ഈ പടത്തിന് വേണ്ടി. പക്ഷെ 50-ന് പുറത്ത് ഇന്റർനാഷണൽ അവാർഡ് വാങ്ങിച്ച ആളാണ് ഇതായിരിക്കുന്നത്. അപ്പോൾ സൗണ്ടിന് നല്ലൊരു സ്പേസ് ഉള്ള ഒരു പടമാണ്. കാരണം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ക്യാമറയിൽ നമ്മൾ ഫുട്ടേജ് എങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെ സൗണ്ട് കേൾക്കുമോ അതുപോലെ ഇത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ടാസ്ക്. ഈ ദൈവത്തിന്റെ കണ്ണ് ഭ്രാന്തനിൽ ഉള്ളത് കൊണ്ടാണോ ഭ്രാന്തനായിപ്പോയത്, ഭ്രാന്തനായതുകൊണ്ടാണോ ദൈവത്തിന്റെ കണ്ണ് ഭ്രാന്തനിലേക്ക് വന്നത് എന്നൊരു കാര്യം സത്യം വിളിച്ച് പറയുന്നവനെ ഭ്രാന്തൻ എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. അത് ഭ്രാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. തെരുവിലേക്ക് വലിച്ച് എറിയപ്പെടുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതായത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അത് കണ്ടില്ല എന്ന് വെച്ച് പോകുന്ന സമയത്ത് ഈ ഭ്രാന്തൻ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹായ് എവരിവൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. എൻ്റെ പേര് സസ്ന. ഇന്ന് നമ്മുടെ ഒപ്പം എത്തിയിട്ടുള്ളത് നിരവധി രാജ്യാന്തര ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നായി 150ഓളം അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള റോട്ടൻ സൊസൈറ്റി മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. ലെറ്റ്സ് വെൽക്കം ദം ടു ജാങ്കോ സ്പേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ഒരു 150ഓളം അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള മൂവിയാണല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള അവാർഡ്സ് ഏതൊക്കെയാണ് ചേട്ടൻ്റെ ഒരു ഒപ്പീനിയനിൽ? നമ്മുടെ സിനിമ ഏകദേശം 150ഓളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. കൂടുതലും US വേഗാസ് മൂവി അവാർഡ്സ്, പിന്നെ ഏതൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അങ്ങനെയുള്ള ഒരുപാട് ഫെസ്റ്റിവൽസിൽ നമുക്ക് സ്ക്രീനിങ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല രീതിയിലൊരു ഒപ്പീനിയനാണ് നമുക്ക് കിട്ടിയത്. നല്ല റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സിനിമയുടെ കുറച്ചുകൂടി ഇന്റേണൽ ആയിട്ടുള്ള കുറേ മീനിങ് അത് റിവ്യൂ പല വിദേശ റിവ്യൂ ചാനൽസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അതായത് സാധാരണ ഇതൊരു ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് ഫിലിമാണ്. സാധാരണ ഒരു ഹൊറർ സിനിമകളാണ് ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് ആ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സോഷ്യൽ സറ്റയർ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ റോട്ടൻ സൊസൈറ്റിയാണ് സോഷ്യൽ സറ്റയറായിട്ട് ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിൽ ഒരു റിസീവ് ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതെ, അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇതിൽ എത്ര അവാർഡ്സ് ഉണ്ട്? അതെ, സൗത്ത് ഇന്ത്യയിൽ വളരെ കുറച്ച്. തമിഴ്നാട് ഫെസ്റ്റിവലിൽ നിന്ന് 1-2 അവാർഡ് ലഭിച്ചതല്ലാതെ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് റിജക്ഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള, അതായത് പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിൽ വിമർശിക്കുന്നുണ്ട്, ശക്തമായി വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ പരാമർശങ്ങൾ നടത്തിയെന്ന പേരിൽ പല ഫെസ്റ്റിവൽസിൽ നിന്ന് നമുക്ക് റോട്ടൻ സൊസൈറ്റി റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നാണ് നമുക്ക് അവാർഡ്സ് കിട്ടിയിരിക്കുന്നതും സ്ക്രീനിങ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും അവാർഡ്സ് കിട്ടിയെങ്കിലും സ്വന്തം നാട്ടിൽ നിന്നൊരു റിജക്ഷൻ അല്ലെങ്കിൽ ഒരു അവഗണന ലഭിച്ച ഒരു ദുഃഖമുണ്ടോ? അത് ഇൻഡിപെൻഡന്റ് സിനിമകൾക്ക് സാധാരണയായിട്ട് ഒരു നല്ലൊരു റെസ്പോൺസ് സൗത്ത് ഇന്ത്യയിൽ കിട്ടാറില്ല. കാര്യം കൂടുതലും നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കൂടുതലും ഒരു അപ്രിസിയേഷൻ കിട്ടുന്നത്. അല്ലെങ്കിലും കലാകാരന്മാരെ സ്വന്തം നാട് അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ. നമ്മുടെ എന്നുള്ളതെല്ലാം മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാനിതാ ഈ പോസ്റ്റർ കണ്ടപ്പോ ഞാൻ ഇത് കൂടെ എന്റെ നാട്ടിൽ കൊണ്ട് വെക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കാൻ, നമുക്ക് അവാർഡ് തരാത്തവരെ അംഗീകരിക്കാത്തവരെ ഇങ്ങനെയൊന്ന് പേടിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കരുത് കണ്ടപ്പോ. കാരണം നമ്മൾ ആദ്യം അംഗീകരിക്കപ്പെടേണ്ടത് വീട്ടിലും പിന്നെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലും ഒക്കെ അല്ലേ അംഗീകരിക്കപ്പെടണം. നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ മലയാളികൾ നമ്മൾ അംഗീകരിക്കപ്പെടണം, നമ്മൾ ഇന്ത്യക്കാർ നമ്മൾ അംഗീകരിക്കപ്പെടണം. അതിന് കഴിഞ്ഞാൽ വേൾഡ് അംഗീകരിക്കപ്പെടേണ്ടത്. നമ്മുടെ കൂടുതലും വേൾഡ് ലെവലിലൊക്കെയാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആദ്യം വീട്ടിലുള്ളവർ അപ്രീസിയേറ്റ് ചെയ്യുന്നു, നാട്ടുകാര്, പിന്നെ നമ്മുടെ കൺട്രി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആദ്യം ലോകത്തുള്ള എല്ലാവരും അംഗീകരിച്ചു, പിന്നെ നോർത്ത് ഇന്ത്യൻസ്. അപ്പൊ ഉറപ്പായിട്ട് ഒരു ദിവസം നമ്മുടെ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിലെ നിങ്ങളുടെ എല്ലാവരുടെയും പേര് എന്തായാലും ഒരു ദിവസം അറിയപ്പെടുന്നത്. അതെ അതെ, കാര്യം നമ്മള്
ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പല വിദേശി സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മുടെ സിനിമ എന്ന് വരും ഇതുപോലെ എന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിൽ ഇത്രയും അംഗീകാരങ്ങൾ കിട്ടിയപ്പോൾ തീർച്ചയായും നമുക്ക് ഇവിടെ ഒരു അംഗീകാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അത് വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ് സത്യം. നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മലയാളീസിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിരുന്നെങ്കിൽ കൊമേഴ്ഷ്യൽ ഫിലിം ആണെങ്കിൽ ഈ ഇത്തരത്തിൽ നമുക്ക് ഒരു സ്വീകാര്യത കിട്ടില്ല. അല്ല, നിങ്ങൾ അവാർഡ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണല്ലോ മൂവി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് പേയിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഈ അവാർഡ്സിനെ കുറിച്ചൊന്നും അധികം അറിവുണ്ടായിരിക്കില്ലല്ലോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് കൂടുതലും സിനിമ സംസാരിക്കണം തീർച്ചയായിട്ടും. അതിന് അതായത് ഏതെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള തീംസ് ഉണ്ടായിരിക്കണം. റിലവൻ്റ് ആയിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസ് കൃത്യമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ഒരു ഓഡിയൻസ്, ഫെസ്റ്റിവൽ ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റൂ. ഫെസ്റ്റിവൽ ജഡ്ജസിന് അത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പലതും ശ്രമിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിൽ അവതരിപ്പിക്കാനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സോഷ്യൽ സറ്റയർ എടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് സംസാരിക്കാം, ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലൂടെ സംസാരിക്കാം. പക്ഷെ അത് കിട്ടുന്നതിൻ്റെ ഒരു എഫക്റ്റ് ചിലപ്പോൾ എന്താ പറയാൻ വ്യത്യസ്തം ആയിരിക്കും. ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ ഇത് എപ്പോഴായാലും റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ പേര് ജിഷ്ണുദേവ് എന്നാണ്, SS ജിഷ്ണുദേവ്. ഇതെന്റെ 8ാമത്തെ ഫിലിമാണ്. അതെ. ഞാനാണ് ഇതിലെ മെയിൻ വേഷം ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ടി സുനിൽ പുന്നേക്കടനാണ്. ടി സുനിൽ പുന്നേക്കടന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറയും എന്താ ഈ ഇൻഷ്യലും പേരും നാടും എല്ലാം കൂടി പലരും ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമാണ്, ആ ചോദ്യവും ഇഷ്ടമാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ ഇൻഷ്യലും ഞാനും എൻ്റെ നാടും, ഞാൻ എൻ്റെ മാതാപിതാക്കളെയും എന്നെയും എൻ്റെ നാടിനെയും ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് എൻ്റെ പേരിൽ ഞാനത് അർത്ഥമാക്കുന്നത്. എൻ്റെ പേര് ശ്രീവിഷ്ണു. ഞാൻ സൗണ്ട് ഡിസൈനറാണ്. ഈ സിനിമയിൽ സൗണ്ട് ഡിസൈനിങ് ആൻഡ് മിക്സിംഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബിടെക് ട്രിപ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഡിയോഗ്രാഫിയിലേക്ക് വന്നതാണ്. എൻ്റെ പേര് പ്രിൻസ് ജോൺസൺ. ഇത് ഈ സിനിമയിൽ റോട്ടൺ സൊസൈറ്റിയിൽ നേറ്റീവ് ഷേഡാണ് വില്ലൻ കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ട് കഥാപാത്രത്തിന്റെ പുറത്ത് വന്നിട്ട് വില്ലൻ ക്യാരക്ടറാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. വില്ലൻ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമില്ല. വില്ലൻ കഥാപാത്രം ചെയ്യുന്ന എനിക്ക് വളരെ താല്പര്യം കുറവാണ്. കാണുമ്പോൾ വില്ലനെ പോലെ തോന്നുന്നില്ല, ചെയ്യാൻ താല്പര്യം വില്ലൻ കഥാപാത്രത്തിൽ താല്പര്യം കുറവാണ്. പിന്നെ ഇപ്പൊ എന്താ പറയാ, കഥാപാത്രം അനുസരിച്ച് ഏത് ക്യാരക്ടർ കിട്ടിയാലും ചെയ്താൽ പറ്റും. അതൊരു അഭിനേതാവിനെ സംബന്ധിച്ചിട്ട് അത് പ്രധാന കാര്യമാണ്. My name is Snehal and I'm doing some character role in this. And I think this is the second film with Jishnu. Okay. And first was an horror movie with him. Not being from a movie background, but he gave me a chance. എല്ലാവരും വിഷ്ണു ചേട്ടനോട് വളരെയധികം കടപ്പാടുള്ളവരാണല്ലേ? I'm from a management side. Done my BP and MBA. Okay. But got an opportunity and doing the second film with him. It's a nice, like the subject was very good. It's happening nowadays in our society. Yeah. Many That's places. actually very true. Many places we Yeah. have seen it's happening. The way Mr. Sunil acted in this was really tremendous. And cannot believe someone doing such a അതെ. ഇൻ ലൈറ്റ് ഓഫ് വാട്ട് ഹി സെയിങ്, എനിക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെല്ലാവരും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ എപ്പോഴും ക്യാപ്ചർ ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു റോട്ടൺ ഷെയ്ഡ് അതങ്ങനെ അധികം ആൾക്കാർക്ക് കാണിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരിക്കില്ല. സോ അതുകൊണ്ടാണോ അതൊരു അതിന് വേണ്ടിയിട്ട് ഒരു ടൂളായിട്ടൊരു മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഭ്രാന്തനായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എടുത്തത്? അതെ, തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തെരുവിലൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിലൂടെ നമ്മുടെ സൊസൈറ്റിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ സൊസൈറ്റി അതും നല്ലവരാണെന്ന് ആൾക്കാർ വിചാരിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന ആൾക്കാരുടെ നെഗറ്റീവ് ഷെയ്ഡ്, നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു പോസിറ്റീവ് ഷെയ്ഡിലൂടെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ ഈ ഭ്രാന്തിൻ്റെ കയ്യിലൊരു ക്യാമറ കിട്ടുകയാണ്. ആ ക്യാമറ ജീസസ് എന്നൊക്കെ വിളിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും പറയുന്നത്. നമുക്ക് എല്ലാ പോയിന്റും ടച്ച് ചെയ്തിട്ടുണ്ട്. മതം, ജാതി, രാഷ്ട്രീയം എല്ലാം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ചില ഗ്രൂപ്പ്സിന് നമ്മൾ തേജോവധം ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ പോസിറ്റീവ് വശങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ആകണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം, സൊസൈറ്റിക്ക് ഇതെല്ലാം സൊസൈറ്റിയുടെ ഒരു എന്ത് പറയാൻ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാനാണല്ലോ ഇതെല്ലാം, രാഷ്ട്രീയം ആയാൽ പോലും. പക്ഷെ അതൊക്കെ സൊസൈറ്റിക്ക് എതിരായിട്ട് അഗെയിൻസ്റ്റ് ആയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത് ഈ ഒരു സൊസൈറ്റിയിൽ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ. അപ്പോൾ അത് നമ്മൾ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഈ ക്യാമറ ദൈവത്തിന്റെ കണ്ണായിട്ടാണ് ഇത് കാണുന്നത്. കാര്യം നമ്മൾ പരസ്പരം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത് നിൽക്കുന്നവൻ കാണില്ലായിരിക്കും. മുകളിൽ ദൈവത്തിന്റെ ഒരു കണ്ണുണ്ട്, അത് ദൈവം കാണും. അത് നമ്മുടെ പ്രവൃത്തികളിൽ അത് വേണമെന്നുള്ളതാണ്. ഈ നമ്മളെ കിട്ടുന്ന ഈ സിനിമയിൽ കാണിക്കുന്ന ക്യാമറയും ഒരു വളരെ പ്രധാനപ്പെട്ട ചില കാഴ്ചകൾ അതിനകത്തുണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ കണ്ണ് ഭ്രാന്തനിൽ ഉള്ളത് കൊണ്ടാണോ ഭ്രാന്തനായിപ്പോയത്, ഭ്രാന്തനായതുകൊണ്ടാണോ ദൈവത്തിന്റെ കണ്ണ് ഭ്രാന്തനിലേക്ക് വന്നത് എന്നൊരു ഡൗട്ടുണ്ട്. കാര്യം സത്യം വിളിച്ചു പറയുന്നവനെ ഭ്രാന്തൻ എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. അപ്പോ സത്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ മനുഷ്യർക്കെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കഥാപാത്രത്തിന് ഒരു ഭ്രാന്തന്റെ ഒരു ചൊവ്വ അല്ലെങ്കിൽ ഒരു രൂപം ഭംഗി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. കാര്യം അവൻ സത്യം പറയുന്നവനാണെങ്കിൽ അവൻ ഭ്രാന്തനാണ്. അത് തന്നെയാണ് ആ വേഷത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ നമ്മുടെ വേൾഡ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. AI വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത്രയും അഡ്വാൻസ്ഡ് ആയെങ്കിൽ പോലും ആൾക്കാരുടെ ഒരു ക്യാരക്ടേഴ്സ്, ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആൾക്കാരുടെ ഉള്ളിലുള്ള നന്മ അത് കൂടുവാണോ കുറയുവാണോ എന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് കുറെയൊക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും കുറച്ചും കൂടെ തിന്മയാണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ ചേട്ടൻ്റെ മൂവി എത്രമാത്രം ചേട്ടൻ ഈ ഒരു തോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു? നമ്മൾ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു സറൗണ്ടിങ്ങിലുള്ള എല്ലാവരും തമ്മിൽ നല്ല ബന്ധമായിരുന്നു, നല്ല ബോണ്ട്. അപ്പോൾ ഇപ്പോൾ മിക്കവരും തൊട്ടടുത്ത്, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണെങ്കിൽ പോലും നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അവർ മൊബൈലിൽ അങ്ങനെയൊക്കെ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഞാനും അതേപോലെ. അപ്പോൾ ആ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഈ ഒരു 10-15 വർഷത്തിനിടയിൽ. ടെക്നോളജിക്കലി നമ്മൾ ഓക്കെയാണ്, പക്ഷെ ഒരു ഹ്യൂമൻ ബോണ്ടിങ് വളരെ കുറവാണ്. ആൾക്കാരിൽ അറിവ് കൂടിയതുകൊണ്ടാണ്. കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കൂടുതൽ വിദ്യാസമ്പന്നരായവർ ഒരുമിച്ച് താമസിക്കുന്നിടത്ത് പരസ്പരം ഒരു ബന്ധവും കാണില്ല. നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ആഹാരം വെച്ചാൽ പോലും എല്ലാ വീടുകളിലും കൊടുക്കും. എന്തെങ്കിലും ആഘോഷം വന്നാൽ ഒരുമിച്ച് പോകും. ഗ്രാമങ്ങളിലും ഇല്ല, ഗ്രാമങ്ങളിൽ പോകും. കാര്യം ഇപ്പം ഗ്രാമീണരും നല്ല എഡ്യൂക്കേറ്റഡ് ആയി പോയി, അവർ വിദ്യാഭ്യാസം നേടി വന്നു. അപ്പോഴേക്കും അവരും ഒതുങ്ങി തുടങ്ങിയിരിക്കുന്നു. അപ്പം നമ്മൾ ഈ കഥാപാത്രം അതുപോലെയാണ്, പരസ്പരം സംസാരിക്കാതെ സ്വയമാണ് സംസാരിക്കുന്നത്. കാര്യം ഇന്ന് അത് ഈ സമൂഹത്തിൽ ഇന്നുള്ള ഏറ്റവും വലിയ ദുരന്തവും അതാണ്. നമ്മൾ തുറന്ന് മറ്റു സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത്. അതേപോലെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വെറും പേപ്പർ സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രം ആയി പോവുകയാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഹ്യൂമൻ എങ്ങനെ ആയിരിക്കണം, പരസ്പരം നമ്മൾ എങ്ങനെ പെരുമാറണം, ആ ഒരു കാര്യം, ഒരു മൊറാലിറ്റി ഇല്ല ഇപ്പോൾ. അതിന് തന്നെ ഉദാഹരണം തന്നെ ചില വീടുകളിൽ ചില കോമഡി പറയുന്നതാണ്. കാരണം നീ ഫിസിക്സ് കൊച്ചിലേ പഠിച്ചു, അല്ലെങ്കിൽ മാത്സ് പഠിച്ചു, A+B² എന്നൊക്കെ പഠിച്ചു, നിന്റെ ജീവിതത്തിൽ എന്ത് നേട്ടം ഉണ്ടായി എന്നറിതുകൊണ്ട് നിനക്ക് എപ്പോഴെങ്കിലും വല്ല നേട്ടം ഉണ്ടായോ? പക്ഷെ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? അവന്റെ ഉള്ളിൽ കിടക്കുന്ന കഴിവ് എന്താണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവന് ബേസിക് സയൻസ് ആണോ, ഡോക്ടറാണോ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആണോ, എന്താണ് അവന് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അറിയുന്നതിന്റെ അടിസ്ഥാനമാണ് ഇതൊക്കെ കൊടുക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുന്നില്ല. അവർക്കിത് എങ്ങനെ പഠിച്ചൊരു ജോലി കിട്ടുക, ശമ്പളം കിട്ടുക, ആരുമായി ബന്ധമില്ല, എടുത്ത് ഒതുങ്ങി കൂടുക, അവനും അവരുടെ കുടുംബവും സുഖമായിട്ട് ജീവിക്കുക, എന്നിട്ട് ആ കുടുംബം തന്നെ അവരുടെ അനാഥങ്ങളെ കളയുക, എന്നിട്ട് അവരുടെ കുടുംബമായി പോവുക. അങ്ങനത്തെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കാര്യം അല്ലാതെ ഈ അറിവ് എന്തിനാണെന്ന് അറിഞ്ഞു വളരുന്ന ഒരു സമൂഹം ഒരിക്കലും അവരുടെ മക്കളും ഭാര്യയൊന്നും അവരെ ഉപേക്ഷിക്കില്ല. അവരവരുടെ സ്നേഹമുണ്ടാവും. അറിവിനേക്കാൾ ഉപരി സ്നേഹമുണ്ടാവണം. അതാണ് നമ്മുടെ പടം പറയുന്നത്. നമുക്ക് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് ഈ ഭ്രാന്തൻ വ്യത്യസ്തനാവുന്നത്. അത് ഭ്രാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, തെരുവിലേക്ക് വലിച്ച് എറിയപ്പെടുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതായത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അത് കണ്ടില്ല എന്ന് വെച്ച് പോകുന്ന സമയത്ത് ഈ ഭ്രാന്തൻ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതെ അതെ, നമുക്ക് റൂൾസ് പാടില്ല. അതാണ് പറഞ്ഞ ഈ 4 കാര്യം: മതം, ജാതി, രാഷ്ട്രീയം, ഇതൊക്കെ റൂൾസ് ആണ്, റെസ്ട്രിക്ഷൻസ് ആണ്. നമുക്ക് ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് വേണം, പക്ഷെ അത് ഒരു മനുഷ്യന്റെ ബന്ധങ്ങളെ താക്കുമ്പോഴായിരിക്കും. അപ്പോൾ
ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇതിലൂടെ പുറത്ത് കൊണ്ടുവരുന്നത്. നമ്മുടെ സത്യത്തിന്റെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലൗഡ് ആയിരിക്കണം എന്നില്ല, ചിലപ്പോ ഒരു നിശബ്ദതയായിരിക്കാം. അപ്പൊ മൂവി ആക്ച്വലി സൗണ്ടിനെ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ഫാക്ട് മൂവിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് സൗണ്ട് വഴി? സൗണ്ടിന് ആക്ച്വലി ഈ മൂവിക്ക് വലിയൊരു സ്പേസ് ഉണ്ട്. കാരണം ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഫൗണ്ട് ഫുട്ടേജ് മൂവിയാണ്. ഒരു ക്യാമറ അതിൽ നമ്മൾ റിയലായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ ഇരിക്കണം ഇതിൻ്റെ സൗണ്ട് എല്ലാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് സൗണ്ടുകൾ വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റിയലിസ്റ്റിക് ആയിട്ടുള്ള സൗണ്ട് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ സൗണ്ട് ഡിസൈനിങ്ങും മിക്സിങ്ങും കിട്ടുമ്പോൾ ജസ്റ്റ് സൗണ്ട് എഫക്ട്സും കാര്യങ്ങളായിട്ടൊക്കെയാണ് കിട്ടുന്നത്. അപ്പം അതിന് വേറൊരു ആ ക്യാമറയിൽ എങ്ങനെ ഇത് റെക്കോർഡ് ആവുന്നു അതേപോലെ നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു വെല്ലുവിളി തന്നെ ആയിരുന്നു സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ സമയത്ത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രീവിഷ്ണുവിന് ഇങ്ങനെ ഒരു പണി കൊടുക്കാം അല്ല, അതിപ്പോ നമ്മളിപ്പോ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പടത്തിലും എനിക്ക് ഏതെങ്കിലും ഒരു പണി കിട്ടാറുണ്ട്. എനിക്ക് എങ്ങനെ പണി കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ അതെനിക്ക് പോസിറ്റീവായിട്ടാണ് എപ്പോഴും വന്നിട്ടുള്ളത്. കാരണം നമ്മൾ മുമ്പ് ചെയ്ത പല പടങ്ങളിലും നമുക്ക് സൗണ്ടിന് ഒരു സ്പേസ് എനിക്ക് കിട്ടാറുണ്ട്. മ്യൂസിക് ഇല്ല, സൗണ്ട് എഫക്ട്സും മ്യൂസിക് ഇല്ല. ശ്രീവിഷ്ണുവിന് അങ്ങനെ പണി കിട്ടിയിട്ട് അത് ഓവർകം ചെയ്തൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് കിട്ടി. അത് ജിഷ്ണു കൊടുത്ത ഒരു പണിയുടെ പുറത്താണ്. രസകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൗണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ട്രിക്കി ആയിട്ട് എന്തെങ്കിലും വേ യൂസ് ചെയ്തിട്ടുള്ള ഒരു അനുഭവം പറയാമോ? എനിക്ക് ഈ വേൾഡ് റെക്കോർഡ് കിട്ടിയ പടത്തിന്റെ കാര്യം തന്നെ പറയാം. അത് നമ്മൾ ഈ കൊറോണ സമയത്ത് ചെയ്തൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. അന്നത്തെ സമയത്ത് നമുക്ക് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒന്നും പെർമിഷൻ ഇല്ല. അപ്പോൾ എല്ലാവരും ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ ട്രൈ ചെയ്തൊരു സംഭവമാണ്. ഒരു കാറിനകത്ത് ഒരു 5 പേര് ഒരു യാത്ര പോവാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ടേക്കിൽ ഷൂട്ട് ചെയ്യുക. അപ്പോൾ അതിൽ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 hour കണ്ടിന്യൂസ്ലി നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുക. 1 മണിക്കൂർ 20 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി ഓഡിയോ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കൂടെ പോയി ഇത് കേട്ട് റെക്കോർഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇല്ല. അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ക്യാമറമാനും ഇല്ല, ക്യാമറയും ഒരിടത്ത് പ്ലേസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതാണ് അതിലെ വെല്ലുവിളി. കാരണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഒരു ദിവസം ഇതിൻ്റെ ട്രയൽ പോയിട്ട് ഇതിങ്ങനെ ആയിരിക്കും റെക്കോർഡ് ചെയ്ത് വരുന്നത് എന്നുള്ളൊരു അസംഷൻ വെച്ചിട്ട് എല്ലാം പീക്കും നമ്മൾ ലെവലെല്ലാം നോക്കി ലെവലെല്ലാം സെറ്റ് ചെയ്ത് അല്ല ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് റെക്കോർഡ് പല മൈക്കുകളും പലയിടത്തും പ്ലേസ് ചെയ്ത് ആർട്ടിസ്റ്റുകൾക്ക് സെപ്പറേറ്റ് മൈക്ക് പ്ലേസ് ചെയ്തിട്ട് ആംബിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്റ്റീരിയോ മൈക്ക് അതിനകത്ത് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു രീതിയിൽ ഇത് ഇങ്ങനെ ആയിരിക്കും വരിക എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്തൊരു വർക്കാണ്. അതിന് ഏത് വർക്ക് ഈ വർക്ക് ആയാലും ഞാൻ ആദ്യം വിളിക്കാം ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, പറ്റൂല പിന്നീട് അത് 2 പ്രാവശ്യം വീണ്ടും വിളിക്കുന്ന സമയത്ത് നോക്കട്ടെ അങ്ങനെ ചെയ്തൊരു വർക്കാണ്. എന്നെ പരിചയമുള്ള എല്ലാവരും പറയാറുണ്ട് എന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഒരു കൺവീനിയൻസിങ് സ്റ്റാർ ആവാൻ നോക്കുന്നില്ല, പറഞ്ഞിട്ട് ചെയ്യുന്നു. അതേപോലെ ഒരു റിസ്ക് എടുത്ത വേറൊരു വർക്കുണ്ട്. നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഷൂട്ട് മുതൽ റെക്കോർഡിങ് റിലീസ് വരെ ചെയ്തതിന്റെ വേൾഡ് റെക്കോർഡ് ജിഷ്ണുവിന്റെ പേരിലാണ്. അത് പുള്ളിയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അത് ഓൾമോസ്റ്റ് ഒരു 10-50ഓളം ആർട്ടിസ്റ്റുകളുള്ള ഒരു പടമായിരുന്നു. ജസ്റ്റ് 4 മൈക്ക് വെച്ചിട്ടാണ് അത് ഫുള്ള് ക്യാപ്ചർ ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള പണികളാണ് എനിക്ക് വിഷുവിൽ കിട്ടാറുള്ളത്. അപ്പൊ കേൾക്കുമ്പോഴേ അയ്യെന്ന് പറയുന്നതിൽ തെറ്റ് പറയാറില്ല. ഈ സിനിമയ്ക്കകത്ത് എന്ന് പറയുമ്പോൾ സൗണ്ടിന് നല്ലൊരു സ്പേസ് ഉള്ള ഒരു പടമാണ്. കാരണം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ക്യാമറയിൽ നമ്മൾ ഫുട്ടേജ് എങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെ സൗണ്ട് കേൾക്കുമോ അതുപോലെ ഇത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ടാസ്ക്. അപ്പോൾ അതിനെനിക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വെഹിക്കിളിലൊക്കെ സൗണ്ട് ആണെങ്കിൽ അവിടെ പോയിരുന്നു അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാം. അതെ 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 അത് സെപ്പറേറ്റ് ഇപ്പോൾ ഏത് വണ്ടിയാണോ ഉപയോഗിച്ചിരിക്കുന്നത് ആ വണ്ടിയുടെ സൗണ്ട് തന്നെ റെക്കോർഡ് ചെയ്യുക. പിന്നെ ആംബിയൻസ് എങ്ങനെയാണോ ആ പർട്ടിക്കുലർ ആംബിയൻസ് മാത്രം നമ്മളവിടെ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള ആംബിയൻസ് അല്ലാണ്ട് സ്റ്റോക്കും എല്ലാം വിട്ടിട്ട് അത് റിയലിസ്റ്റിക് ഫീല് കൊണ്ടുവരണം. ഡയലോഗുകളായാലും ആ സ്ഥലത്ത് പർട്ടിക്കുലർ സ്ഥലത്ത്, കാരണം ഇതിന് മ്യൂസിക് എന്ന് പറയുന്ന സാധനമില്ല, ഫുൾ സൗണ്ട് എഫക്ട്സിലാവുന്നു. ഈച്ച് ആൻഡ് എവറി ഫ്രെയിമിലും സൗണ്ടാണ്. സൗണ്ട് ഓരോ ലൊക്കേഷൻ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇതിൽ എന്തൊക്കെ സൗണ്ട് നമുക്ക് ആഡ് ഷൂട്ടിന്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും വെച്ച് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ല ചില സമയങ്ങളിൽ നമ്മൾ ഈ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ
നമുക്ക് ഇങ്ങനെ ഒരു സൗണ്ട് ആഡ് ചെയ്യാം. നമുക്ക് സൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഈസിയാണ്. ഇപ്പൊ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു ബീജം ഉണ്ടായിരിക്കുന്നത് ഇയാള് വില്ലൻ നെഗറ്റീവ് ഷെയ്ഡ് ആണെന്ന്. അപ്പൊ ഈ സൗണ്ട് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ക്യാരക്ടറിനെ നമുക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചേട്ടൻ എന്തൊക്കെ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്? അല്ല, ഇതില് നല്ലൊരു കഥാപാത്രമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സുദേവൻ എന്നാണ് ഈ കഥാപാത്രം. വില്ലൻ ക്യാരക്ടർ അല്ലേ? വില്ലനാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിൽ നല്ലതെന്നുള്ള ലെവലിലാണ് കഥയുടെ ഒരു കാര്യം. പിന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സബ്ജക്റ്റ് ആണ് ഈ റോട്ടൺ സൊസൈറ്റി. അപ്പൊ നമ്മളത് പറയുമ്പോൾ മൊത്തത്തിൽ പറയണം. പിന്നെ ഇതില് പ്രധാന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ 150 പുറത്ത് അവാർഡ് വാങ്ങി. അപ്പോൾ അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ പടമാണ്. പക്ഷെ ഇതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൽ വലിയ താരങ്ങളൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സിനിമകളുമായി മത്സരിച്ചാണ് ഈ റോട്ടൺ സൊസൈറ്റി ഈ വേൾഡ് ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പൊ അതൊരു വലിയൊരു വിജയമാണ്. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കഥാപാത്രം നേരത്തെ പറഞ്ഞ പോലെ നേറ്റീവ് ഷെയ്ഡ് അതിന്റെ വില്ലൻ എനിക്ക് താല്പര്യം കുറവാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കഥാപാത്രം വില്ലനാണെങ്കിൽ പുള്ളി ഒന്നും ചെയ്യട്ടെ, വെറുതെ നിന്നാ മതി. എനിക്കത് നെഗറ്റീവ് ഷെയ്ഡ് തീരെ താല്പര്യം. പക്ഷെ വിഷ്ണു പറയുന്നത് നമുക്ക് പറ്റിയൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കും. നമ്മൾ വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ളതാണ്. ഞാനും കലാഫീൽഡിൽ കുറെ വർഷങ്ങളായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥാപാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്കൊരു 11 അവാർഡ് ഇന്റർനാഷണൽ ലെവലില് ശരിക്കും ന്യൂയോർക്കിൽ നിന്നുള്ള ഉന്നറോസ് ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റും ഈ പടത്തിലൂടെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതിൽ പുറമെ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതീക്ഷിക്കാത്ത പലരുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ട്. കാര്യം പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ്. അതായത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഈ പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ആദരവ് തരുന്നതും അത് പ്രതീക്ഷിക്കാത്ത പലരും. പ്രത്യേകിച്ച് ഈ പടം ശരിക്കും പറഞ്ഞാൽ അതിൽ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അതില് വേറൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ്. അത് ടോട്ടലി നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. സൗത്ത് ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ബാംഗ്ലൂർ ഫെസ്റ്റിവൽ, അതേപോലെ തന്നെ മൈസൂരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ, അവിടെയൊക്കെ പോയി നല്ല റിസപ്ഷൻ ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് പിന്നെ എല്ലാവരും അതിന്റെ പ്രധാന നടനെ അന്വേഷിക്കും. ചോദിക്കുന്നത് ആരാ ഇത് ചെയ്തത്? അറിയാൻ പറ്റില്ല. ഞാനിരിക്കുന്ന ഈ രൂപത്തിലാണ് അവരെ കണ്ടത്. ഈ ആളാണെന്ന് ആരും പറയില്ല. അത് അതിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. 2 വർഷത്തെ കഷ്ടപ്പാടാണ് അതിന് പറയുന്നത്. കാര്യം ഞാൻ 2 വർഷത്തോളം ഞാൻ ഇങ്ങനെ നടന്നതാണ്. ഇങ്ങനെ നടന്ന ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളി പറഞ്ഞതിന് ശേഷം പുള്ളി 2 വർഷം ഞാൻ പുള്ളിക്കാരന്റെ വീട്ടിൽ പോയില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. എനിക്ക് കുറെ പേര് കാശൊക്കെ തരണ്ടായിരുന്നു. ഞാൻ തീർന്നു പോകുന്ന അങ്ങനെയുള്ള കാശ് കൊടുത്തിട്ട് ഷൂട്ട് നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അല്ലേ? അല്ല പുള്ളിയുടെ വേഷം കണ്ടിട്ട് ആരെ കൊണ്ട് കാശ് കൊടുത്തു. അതാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ചാലയ്ക്കുള്ളിൽ അവിടെ എന്ന് വെച്ചാൽ ഈ സ്ഥിരം ചെയ്യുന്ന പ്രൊഫഷണൽ ആൾക്കാരല്ല, എന്നിട്ട് ചവിട്ടിക്കൂട്ടുന്ന സീനാണ്. അത് ഈ ബാർബറും കോടതിയും ചന്ദ്രനുള്ളവരൊക്കെ കൂടിയാണ് ചെയ്യുന്നത്. ഈ ചിലർ ഇതിനിടയ്ക്കാണ് ഒരാൾ ഇതൊന്നും ബന്ധമില്ലാതെ പോയ ഒരാൾ വന്നാണ്ട് ചവിട്ടിട്ട് പോയി. അപ്പൊ ഇത് ഒരു 8-10 ടേക്ക് എടുത്ത് അവസാനം ഞാൻ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. 2 യോമരുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം അങ്ങനെയാണ് നേടിയത്. അങ്ങനെ നേടിയെടുത്ത് ഞാൻ ഒരു പിന്നെ ഒരു കടയിൽ പഠിപ്പിക്കുന്ന നിൽക്കുന്ന ഓക്കെ അല്ല. പറ്റൂല. 2 വർഷത്തേക്ക് ഒരു വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് ആയിരുന്നല്ലോ. ഇത്ര എഫർട്ട് എടുത്ത് 2 വർഷത്തോളം ഒരു കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു ഈ ഒരു പടത്തിന് വേണ്ടി. പക്ഷെ 50-ന് പുറത്ത് ഇന്റർനാഷണൽ അവാർഡ് വാങ്ങിച്ച ആളാണ് ഇതായിരിക്കുന്നത്. ചേട്ടന് തന്നെ 50 നമുക്കൊരു കൂടെ എടുത്താലോ? എത്ര ഈ സിനിമയിൽ മാത്രം ഒരു 5-6 കൂടുതലുണ്ട്. അറിഞ്ഞോണ്ട് ഇവരെല്ലാം മൈനസ് 50-ന് പുറത്ത് അവാർഡുണ്ട്. എനിക്ക് 11 അവാർഡ്. കഥയ്ക്ക് അങ്ങനെ സംവിധാനം എന്തായാലും ഒരു 50-ന് പുറത്ത് പുള്ളിക്കാരനും കാണും.
അത്രത്തോളം എഫർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഫലം എപ്പോഴായാലും കിട്ടുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഇതിൽ നമുക്ക് കിട്ടി. അത്രത്തോളം 2 വർഷം നമ്മൾ എടുത്തു വെച്ചാൽ ആൾക്കാരെ നോക്കുന്നത് പലരും നോക്കുന്നത് ദയനീയതയാണ്. ലാസ്റ്റ് സമയത്തൊക്കെ ഞാൻ ഒരു ദിവസം രാവിലെ ഇങ്ങനെ പറയണം, അന്നപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് ആശ്രമത്തിൽ കിട്ടും. അത് ഞാൻ എന്റെ ജീവിതത്തിൽ മടുത്ത് ഞാൻ സ്വന്തം സന്യാസിയായി എന്നുള്ള ലെവലാണ്. അല്ല, കളിയാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ റിക്കിയെ കളിയാക്കുന്നവരുണ്ട്. വേറെ ജോലി കൂട്ടത്തിലുള്ള ആൾക്കാരല്ലേ അതിനെ കുറച്ച് കൂടുതൽ ചെയ്യും. അല്ലാതെ നമ്മുടെ നാട്ടിൽ വെച്ച് കുറച്ച് സീൻ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടുകാർ ഇങ്ങനെ പോകുമ്പോൾ ബൈക്കൊക്കെ നിർത്തിയിട്ട് നിനക്ക് വേറെ കാര്യമില്ലടാ ഇല്ലേ? ചേട്ടനപ്പോ ഈ ക്യാരക്ടറായിട്ട് മാറാൻ വേണ്ടിട്ട് ആരെങ്കിലും റെഫറൻസസ് എടുത്തിട്ടുണ്ടോ? ആക്ച്വലി എക്സാക്ട് ഒരു മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളപ്പോ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, അത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ ഞാൻ എന്റെ മനസ്സിൽ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാള് അതിന്റെ ഒരു സംഭവം ഇതിൽ കേട്ടിട്ടുണ്ട്. കാര്യം നമ്മൾ നാട്ടിലൊക്കെ മൊബൈൽ ഫോൺ പോലും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ കുട്ടി ഈ കക്ഷി മൊബൈൽ ഫോൺ ചെയ്യുമായിരുന്നു. വിളിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നെഹ്റുവിനെയൊക്കെയാണ് വിളിക്കുന്നത്. അന്ന് പിന്നെ ഫോൺ പോലും ഇല്ല ആ കാലഘട്ടത്തിൽ. അപ്പോഴും പുള്ളി മൊബൈലാണ് വിളിക്കുന്നത്. അപ്പൊ ആ പുള്ളിയുടെ ചില മാനസികവും കാര്യങ്ങളും ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. മൊബൈലിന് പകരം മൊബൈലിന് പകരം വെള്ളൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ ഫോൺ ചെയ്യുന്നത്. അപ്പൊ ഈ ആ സംഭവം ഞാൻ ജിഷ്ണുമായിട്ട് സംസാരിച്ചു. അപ്പൊ നമ്മള് ഒരു സീൻ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുമുണ്ട്. അതേ സീൻ അതേപോലെ. അപ്പൊ ആ പുള്ളിയെ ഞാൻ റെഫർ ചെയ്ത് വന്നെങ്കിൽ പോലും ഷൂട്ട് തുടങ്ങിയിട്ട് അന്ന് തന്നെ എനിക്കത് മാറ്റേണ്ടി വന്നു. കാര്യം ഞാൻ മനസ്സിൽ കണ്ടതാണെങ്കിൽ പല കട്ട് ഷോട്ടുകളൊക്കെ പോയാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫോൺ ഫുട്ടേജ് ആണെന്നുള്ള എനിക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു. അതാണെങ്കിൽ കിലോമീറ്ററോളം നീളമുള്ള ഡയലോഗ്സ് കാണും. ഒരു സീൻ തുടങ്ങി ഡയലോഗ്സ് ഒന്നും ഓർമ്മയില്ല. കാര്യം അത് വേറൊരു കാര്യമുണ്ട്. ഞാൻ കവിത എഴുതുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു കവിത പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സ്റ്റേജുകളിൽ പോയി ഞാൻ ചെയ്ത വേറൊരു കാര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവം വേറൊരു കഴിവ് തന്നിട്ടുണ്ട്. അതായത് ആര് എന്ത് വാക്ക് പറഞ്ഞാലും ആ നിമിഷം ഞാനൊരു കവിത പറയും. ഒന്ന് ആലോചിക്കുക പോലും ചെയ്യില്ല. നേരത്തെ ഞാൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത് പോലെ ആരൊരു വാക്ക് പറഞ്ഞാലും. ഞാൻ വാക്ക് പറയാം. എന്റെ പേര് സസ്ന, ചേട്ടൻ സായി ഒരു കവിത. സസ്ന എന്റെ പേര് സസ്ന. അല്ല, ഞാൻ പറയുന്നത് സായി പറയണം. സായി അക്ഷരത്തില് സത്യമായി ചൊല്ലാം ഞാൻ കവിതകളനേകം, നന്മയും തിന്മയും കലയുമടങ്ങിയ സസ്നയിൽ നിന്നുതിരുന്ന കവിത പൂപോലെ സുന്ദരിയാം മുഖത്തിന്റെ ലാവണ്യം നോക്കി നിൽക്കാൻ കൊതിക്കാത്ത മനസ്സുകളുണ്ടാവില്ല. ഉണ്ടാവട്ടെ നന്മകളാവോളം. ഇതുപോലെ എനിക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പിന്നെ ഇതിലൊരു കൊച്ചുകുട്ടിയുണ്ട്, പെൺകുട്ടി ആരാധ്യ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരി നല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് പ്രത്യേകിച്ച് പറയണ്ട, ഒരുപാട് ട്രാക്കൊന്നും പോയില്ല. പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്ത ആളാണ്. പുള്ളിക്കാരിയും ഈ സിനിമയുടെ ഒരു വിജയത്തിന്റെ ഭാഗമാണ്. അത് പറയാൻ വിട്ടുപോയി. ആരാധ്യ എന്നാണ് പേര്. നല്ല മിടുക്കി കുട്ടിയാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഈ ഫൗണ്ട് ഫുട്ടേജ് മൂവീസ് ആകുമ്പോഴത്തേക്കും ലൈക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണല്ലോ ആൾക്കാരെ കാണിക്കേണ്ടത്. അപ്പോൾ വീഡിയോ എടുത്ത് പോകുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആൾക്കാരൊക്കെ ഫ്രെയിമിൽ വരില്ലേ? അപ്പോൾ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ടോ പെർമിഷൻ എടുത്തിട്ട്? അതോ ചില സീനുകൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചവിട്ടുന്ന സീൻ, അതിൽ കുറച്ച് ആൾക്കാർ നമുക്ക് വേണമായിരുന്നു. അതുകൊണ്ട് ആൾക്കാരെ മാക്സിമം കൂട്ടി ആ സീൻ. പലരോടും അറിഞ്ഞിട്ടില്ല, അവരറിയുന്നില്ല. അവിടെ മാർക്കറ്റിൽ ചെന്ന് അവിടെ നിന്ന് പച്ചക്കറിയൊക്കെ മോഷ്ടിച്ചോണ്ട് പോകുന്ന ഒരു സീനാണ്. അല്ല, അത് പുള്ളി അറിഞ്ഞില്ല. നമ്മൾ പറഞ്ഞു അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു ഭ്രാന്തം വരും ചവിട്ടണം പറഞ്ഞില്ല, അറിയാതെ എല്ലാവരും ചെന്ന് ഇങ്ങനെ പതുക്കെ രഹസ്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ ആണ് കാര്യം, നല്ല ചവിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഇന്റർവ്യൂവിന് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഒരു ഭ്രാന്തനെ കാണുമ്പോൾ എന്തിനാ ആൾക്കാർ വെറുതെ വന്ന് ഇങ്ങനെ ചവിട്ടുന്നത്? അതായത് അവിടുന്ന് പച്ചക്കറി അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് ഓടുന്നതായിട്ടാണ്. അതായത് ഫുഡ് മോഷ്ടിക്കുന്ന സമയത്ത്
സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേരളത്തിൽ. സൊസൈറ്റിയിൽ അതെ, actually അതെ. നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത്. അതായത് പിന്നെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ചൂടുവെള്ളം എടുത്ത് മുഖത്തൊഴിക്കുന്ന സമൂഹമാണ് നമ്മള്. അപ്പൊ പിന്നെ പണ്ടത്തെ കഥയിലെ ജീൻ ബാൽജീന്റെ കഥ ഉണ്ടല്ലേ, ഒരു ബ്രെഡ് മോടിച്ചോണ്ട് പോകുമ്പോ പുള്ളിയെ പിന്നെ ഓടിച്ചിട്ട് പിടിക്കുന്നതും കോടതി കയറ്റുന്നതും നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പേര് മധുവിന്റെ പേരായിരിക്കും, ബിഷപ്പിന്റെ പേരിൽ. വേറെ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൽ കാണിച്ചത്. അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ആഡ് ചെയ്തൊരു സീനായിരുന്നു. അതെ. എനിക്ക് എന്തായാലും മനസ്സിലായ കാര്യം, മൂവി ചെയ്യുന്നത് മാത്രമല്ല അതിനുപരി സമൂഹത്തിൽ ശരിക്കും നല്ല കാര്യങ്ങൾ വരണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ 150 അവാർഡ്സ് സെലക്ട് ചെയ്തത്, അതൊരു 200+ അവാർഡ്സിലോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. മൂവി റിലീസ് ആവുന്ന ഡേറ്റ് ജൂലൈ 19 OTT റിലീസ്. അതെ അതെ, ABC ടോക്കീസിലും POV ഹൊറർ US. ഓക്കെ. അപ്പൊ താങ്ക് യു ഓൾ. ബൈ. Thank you.